ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിജാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ലെറ്റ് ഇറ്റ് ഗോ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ലെറ്റ് ഇറ്റ് ഗോ ഇസ് എ സോങ് ഫ്രം ദ മൂവി ഫ്രോസൺ. ഫ്രോസൺ എന്നുള്ള മൂവിയിലെ ഒരു സോങ് ആണ് നമുക്ക് പഠിക്കാനുള്ള ലെറ്റ് ഇറ്റ് ഗോ. എ ഹാർമോണിയസ് ഫ്യൂഷൻ ഓഫ് വേർഡ്സ്, മ്യൂസിക് ആൻഡ് ആനിമേഷൻ. ആ ഒരു വാക്കുകളുടെയും അതേപോലെ തന്നെ ആ ഒരു സംഗീതത്തിൻ്റെയൊക്കെ ഒരു ഭംഗി കൊണ്ടുവന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. അതിൻ്റെ വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എന്താ പറയുക ആളുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ആ ഒരു സോങ് ആണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു ഒറിജിനൽ വീഡിയോ ലെറ്റ് ഇറ്റ് ഗോ ഫ്രോസൺ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒത്തിരി വ്യൂസൊക്കെയുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക സോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിതൊരു കവിത വായിക്കുന്ന പോലെ ഞാൻ എങ്ങനെയൊക്കെ വായിച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും നിങ്ങൾക്കത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്തായാലും നമ്മളിങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കൊണ്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. Elsa, the central character in Frozen, is too shy and timid even to appear before others. അപ്പോൾ എൽസ എന്ന് പറയുന്നത് വളരെ എന്താ നമ്മുടെ സെൻട്രൽ ക്യാരക്ടറാണ്, നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളെങ്ങനെയാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടറാണ്, മാത്രമല്ല അവളുടെ നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര നാണാണ്, ഷൈ ആണ്. അപ്പോൾ അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. അതേപോലെ നമ്മൾ ചിലരുണ്ടല്ലോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കി നടക്കുന്ന ആളുകളെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് നമ്മുടെ ഈ എൽസ. At a particular point in life, she decides to free herself of societal expectations and live according to her deepest wishes. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അവൾക്ക് തിരിച്ചറിവ് വരികയാണ്. അപ്പോൾ അവൾ വിചാരിക്കുകയാണ്, ഇനി ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പോകുന്നില്ല. എല്ലാവരുടെയും ഒരു സമൂഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റുകളെ നെക്കുകയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞാനിനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ വിശ്വസം എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിനി ജീവിക്കാൻ പോകുന്നത് എന്നൊരു ഡിസിഷനിലേക്ക് എത്തി നിൽക്കുന്ന എൽസയാണ് നമുക്ക് ഒരു മ്യൂസിക്കിൽ കാണാനായിട്ട് പറ്റുന്നത്. She sings the song Let It Go to express this decision as she builds an ice palace for herself. അപ്പോൾ ആ ഒരു തീരുമാനം കാണിക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു സോങ് ആണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ലെറ്റ് ഇറ്റ് ഗോ. അതേപോലെ തന്നെ അവൾ എന്ത് ചെയ്യാണ്, അവളുടെ ഇഷ്ടത്തിന് ഒരു ഐസ് പാലസ് തന്നെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ക്വീനായിട്ട് വാഴാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ജീവിക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മുടെ എൽസ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക നല്ല രസമുള്ള, കാണാൻ രസമുള്ള, കേൾക്കാൻ രസമുള്ള, മനസ്സിലാക്കാൻ രസമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനെല്ലാവരും ആ ഒരു രീതിക്ക് തന്നെ കൺസിഡർ ചെയ്യും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഈ സിലബസിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അതിൻ്റെ ലൈൻസും അതിൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. The snow glows white on the mountain tonight. അപ്പോൾ നമ്മുടെ ആദ്യം തുടക്കത്തിൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആൾ അത്ര തന്നെ ഇങ്ങോട്ട് ഹാപ്പി അല്ല കേട്ടോ. കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ച് ടെൻഷനായിട്ടുള്ള ഒരാളായിട്ട് നമ്മുടെ എൽസ വരണേ. കാരണം നമുക്കറിയാം പുതിയൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്ന സമയത്ത്, കയറാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ടെൻഷൻസ് ഉണ്ടായിരിക്കും, വറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതേ സ്റ്റേജിൽ തന്നെയാണ് ആൾ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ആ ഒരു ഫസ്റ്റ് ഒരു 4, 5, 6 ലൈൻസ് കഴിയുമ്പോഴേക്കും ആൾ ഭയങ്കര ഉഷാറാവുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആ തീരുമാനത്തിൽ എത്തി അത് ഓക്കെ ആയി വർക്കൗട്ട് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര അടിപൊളിയായിരിക്കും, പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മുടെ എൽസയുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് മാറുന്നത് എന്നുള്ള നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ദ സ്നോ ഗ്ലോസ് വൈറ്റ് ഓൺ ദ മൗണ്ടെയിൻ ടുനൈറ്റ്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു സ്നോ ഒക്കെ ഇപ്പോൾ എന്തായിട്ടുണ്ടായിരുന്നു, മൗണ്ടെയിൻ്റെ മുകളിൽ ആ ഒരു മലയുടെയൊക്കെ മുകളിൽ പർവ്വതങ്ങളുടെയൊക്കെ മുകളിലായിട്ട് നിറച്ച് വൈറ്റ് കളറിൽ എന്ത് നിൽക്കുന്നുണ്ട്, സ്നോ നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല ഭംഗിയായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഐസ് ഇങ്ങനെ ഗ്ലോ ചെയ്യില്ലേ, അതുപോലെ ഗ്ലോ ചെയ്യുന്നുണ്ട്. നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ. ഒരു കാൽപ്പാടുകളൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ എൽസയാണ് കേട്ടോ. ഇവിടെ കാൽപ്പാടുകളൊന്നും കാണുന്നില്ല. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണത്, കിങ്ഡം ഓഫ് ഐസൊലേഷൻ, ഒരു ഏകാന്തതയുടെ ഒരു കിങ്ഡമാണ്, ഒരു രാജ്യമായിട്ടത് മാറിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദ ക്വീൻ. അപ്പോൾ ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഏകാന്തതയുടെ രാജ്യമാണെങ്കിൽ അവിടെ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും അവൾ അവിടുത്തെ ആരാണ്, ക്വീനാണ്, റാണിയാണ്. അപ്പോൾ അവൾക്ക് സ്വയം ഫീൽ ചെയ്യണം, എനിക്ക് തോന്നുന്നത് ഞാനാണ് ഇവിടുത്തെ റാണി. ദ വിൻഡ് ഇസ് ഹോളിംഗ് ലൈക്ക് ദിസ് സ്വോളിംഗ് സ്റ്റോം ഇൻസൈഡ്. ഇവിടെ കാറ്റിങ്ങനെ കറങ്ങി അടിക്കുന്നുണ്ട്, ഇങ്ങനെ ഹൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അലറിയിടുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നല്ല ഒച്ചത്തിൽ ഇങ്ങനെ ആ ഒരു വിൻഡിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ലൈക്ക് ദിസ് സ്വോളിംഗ് സ്റ്റോം ഇൻസൈഡ്. എനിക്ക് ഇൻസൈഡ് എന്ന് പറയണം, അകത്ത് എന്ന് പറയണം. നമുക്കത് എങ്ങനെ എടുക്കാം,
എൽസയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് നമുക്ക് എടുക്കാം. അവിടെ എന്തുണ്ടാവും, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും എന്തുണ്ടാവും, ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അലറിക്കൊണ്ടൊരു കാറ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഇവിടെ പുറത്തും എനിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. couldn't keep it in, heaven knows I tried. അപ്പോൾ അതിനെ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ളിൽ ഇനിയും കീപ്പ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. heaven knows I tried. സ്വർഗത്തിനറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. സ്വർഗം എന്നുള്ളത് നമ്മൾ പറയില്ലേ, ദൈവത്തിനറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന് ദൈവത്തിനറിയാം നമ്മൾ പറയില്ലേ, അപ്പം അതുപോലെ പറയണം. അപ്പോൾ ദൈവത്തിനറിയാം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ. അപ്പോൾ അവരേനെ ഇനി ഉള്ളിലേക്ക് കടത്തരുത് അല്ലെങ്കിൽ അവരേനെ ഇനി കാണാൻ കൂട്ടാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും അവർ? നമ്മൾ ആദ്യം പറഞ്ഞ സമൂഹത്തിൻ്റെ ആ ഒരു പിടുത്തത്തിൽ നിന്നും ആ ഒരു കൺട്രോളിൽ നിന്നും ചാടി രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ എൽസ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തായിരിക്കും, സമൂഹത്തിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം ഇൻ. അവരേനെ എന്ത് ചെയ്യരുത്, ഇനി അകത്തോട്ട് കയറ്റരുത്. അപ്പോൾ അത് അവരെന്നുള്ളത് മേ ബി നമുക്ക് ആ സൊസൈറ്റീനെ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ സ്റ്റോമിനെ ആയിരിക്കും. അവർ കൊടുങ്കാറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്ത് തന്നെ ആയില്ല, അപ്പോൾ സ്റ്റോം ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സൊസൈറ്റിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും എന്താണ് അവർ പറയുന്നത്, ഡോണ്ട് ലെറ്റ് ദം ഇൻ. അവരേനൊന്നും ഇനി ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഇനി അടുപ്പിക്കരുതെന്ന് പറയില്ല, അതുപോലെ ഇനി അവരെ ഇനി ഉള്ളിലോട്ട് കൊണ്ടുവരരുത്. ഡോണ്ട് ലെറ്റ് ദം സീ. ഇനി അവരേനെ എന്ത് ചെയ്യരുത്, കാണാനായിട്ട് നിന്ന് കൊടുക്കരുത്. ബി ദ ഗുഡ് ഗേൾ, യു ഓൾവേസ് ഹാവ് ടു ബി. അപ്പോൾ അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബി ദ ഗുഡ് ഗേൾ, നല്ല കുട്ടിയായിരിക്കുക. നമ്മളിപ്പോഴും കേൾക്കില്ല, നല്ല കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറയില്ലേ. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് പറയും, അടക്കോ ഒതുക്കമുള്ള കുട്ടിയായിരിക്കും. എന്താണ് ഈ അടക്കോ ഒതുക്കവും തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്ക് അത് ഡെഫിനേഷൻ ഒന്നും അറിയില്ല. അവർ ചിലപ്പോൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത, ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രയും കാലം അവരൊക്കെ നിന്നോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബി ദ ഗുഡ് ഗേൾ, നല്ല പെൺകുട്ടിയായിരിക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം. യു ഓൾവേസ് ഹാവ് ടു ബി. അപ്പോൾ ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കൺസീൽ, ഡോണ്ട് ഫീൽ. നല്ല കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്താ, കൺസീൽ, ഡോണ്ട് ഫീൽ. ഒക്കെ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ഡോണ്ട് ഫീൽ, അതൊന്നും ഫീൽ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് പുറത്തോട്ട് കാണിക്കരുത്. ഡോണ്ട് ലെറ്റ് ദം നോ, അവരെ ഒന്നും അറിയിക്കരുത്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നയാളാണ് എന്ത്, ഗുഡ് ഗേൾ. വെൽ നൗ ദേ നോ. പക്ഷെ ഇപ്പം എന്തായാലും എന്താണ്, അവർക്കെല്ലാം മനസ്സിലായി, ഞാനതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് എൻ്റെതായ ലോകത്തേക്ക് വന്നു എന്നുള്ളത് ഇപ്പം അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതിനെയൊക്കെ പോകാൻ അനുവദിക്കൂ. ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ചിന്താഗതികളെ പോകാൻ അനുവദിക്കൂ. ഇത്തരത്തിൽ നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യുന്ന വ്യക്തികളെന്നെ പോകാൻ അനുവദിക്കൂ. അതൊക്കെ പോയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ. കാൺ ഹോൾഡ് ഇറ്റ് ബാക്ക് എനിമോ. ഇനി അതൊന്നും തിരിച്ച് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്നും പിടിച്ചു നിർത്താനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ അതിനൊന്നും ഇനി നിൽക്കാൻ പോകുന്നില്ല. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതിനൊക്കെ പോകാൻ അനുവദിക്കൂ. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നിൽക്കുക. ഇത്തരത്തിൽ നമ്മളെപ്പറ്റി പറയുന്ന പലരും ഉണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, ടേൺ അവേ, ഒന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് സ്ലാം ദ ഡോർ. ആ വാതിലങ്ങോട്ട് കൊട്ടി അടച്ചേക്കുക. അവരെ കണ്ടാലല്ലേ ഈ പ്രശ്നമുള്ളൂ. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. എനിക്ക് അറിയണ്ട അവരെന്താണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. അവരിനി എന്താണ് പറയാൻ പോകുന്നത്, അവൾ അങ്ങനെയായി അല്ലെങ്കിൽ അവൻ അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെപ്പറ്റി ഉള്ളത് ഇല്ലാത്തതായിട്ട് പലതും പറഞ്ഞു തരും. പക്ഷേ അതൊന്നും ഞാനിനി കെയർ ചെയ്യാൻ പോകുന്നില്ല. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. ആ ഒരു സ്റ്റോം, ആ ഒരു കൊടുങ്കാറ്റിങ്ങനെ അടിച്ചോട്ടെ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ കൊടുങ്കാറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ അതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോം അവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നോട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. പക്ഷേ അതിന് ആ ഒരു കോൾഡൊക്കെ അവിടെ ഒരു സ്റ്റോമൊക്കെ അവിടെ അടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തണുപ്പൊന്നും എന്തായാലും എന്നെ ബാധിക്കാനായിട്ട് പോയിട്ടില്ല. ഇറ്റ്സ് ഫണി ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ. അപ്പോൾ കുറച്ച് വലിയ സംഭവങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ കുറച്ച് ദൂരം നിന്ന് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര സ്മോളായിട്ട് ചെറുതായിട്ട് തോന്നുന്നത് ഒരു തമാശ തന്നെയാണ്, ഒരു കോമഡി തന്നെയാണ് എന്നാണ് അവൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവും, മേ ബി വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ചിലപ്പോൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളൊന്ന് വിട്ട് നിന്ന് അതിനൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞിരുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ തോന്നുകയാണ്, ആ ദൂരെ നിന്ന് അടുത്ത് നിന്ന് നോക്കുമ്പോഴായിരുന്നു എനിക്കിത് വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്, കുറച്ച് ദൂരം നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര ചെറുതായിട്ടാണ് തോന്നണേ. ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൻ ഗെറ്റ് ടു മീ അറ്റ് ഓൾ. അപ്പോൾ എന്താണ്, ഒരു കാലത്ത് എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്ന ഭയങ്ങൾ, പേടികൾ, എന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി എന്നെ തൊടാൻ പോലും കിട്ടില്ല, ഇനി അതിനൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
ഇറ്റ്സ് ടൈം ടു സീ വാട്ട് ഐ ക്യാൻ ഡു. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, എൻ്റെ ബ്രേക്ക് ത്രൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, അതൊക്കെയും ടെസ്റ്റ് ചെയ്യാനുള്ള, സ്വയം എന്നെ തന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോ റൈറ്റ്, ഇനി എൻ്റെ മുന്നിൽ എന്തില്ല, ശരികളില്ല. നോ റൈറ്റ്, നോ റോങ്, എൻ്റെ മുന്നിൽ ഇനി തെറ്റുകളില്ല. നോ റൂൾസ് ഫോർ മീ, ഐ ആം ഫ്രീ. എനിക്കിനി എന്തില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളൊന്നുമില്ല. ഞാൻ വളരെ സ്വതന്ത്രയാണ്. അതായത് നമുക്ക് ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളപ്പോഴാണ് നമ്മുടെ മുന്നിൽ എന്ത് വരുന്നുള്ളൂ, അത് ശരിയാണ്, ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ തെറ്റാവും എന്നൊക്കെ പറയുള്ളൂ. ഇപ്പം എന്താണ്, എൻ്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ ഇനി ശരികളില്ല, തെറ്റുകളില്ല, നിയമങ്ങളില്ല. ഞാനിവിടെ സ്വതന്ത്രയാണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഐ ആം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. ഞാൻ എന്തിൻ്റെ കൂടെയുള്ളതാ, ഈ ഒരു കാറ്റിൻ്റെയും ആകാശത്തിൻ്റെയും ഒക്കെ കൂടെയുള്ള ആളാണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളോടൊക്കെ പോകാൻ പറ. യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങൾ ആരും ഇനി, അല്ലെങ്കിൽ എൻ്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളാരും ഇനി എന്ത് ചെയ്യില്ല, ഞാൻ കരയണത് കാണാനായിട്ട് പോകുന്നില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐ സ്റ്റേ. ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നിൽക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഇനി തുടരാനായിട്ട് പോവുകയാണ്. സ്റ്റാൻഡ് ആൻഡ് സ്റ്റേ എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യും, ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. അവിടുത്തെ ആ ഒരു സ്റ്റോം എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ ഇങ്ങനെ അടിച്ചിരുന്നോട്ടെ. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യും, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. അതൊരു ഒരു നമ്മളൊരു എന്താ പറയുക, അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകണം, എന്താ ചെയ്യാൻ പഠിച്ച് ചെയ്തോ, അല്ലെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് ചാലഞ്ച് പോലെയാണ് നമ്മൾ അവിടെ പറയുന്നത്. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ടു ദ ഗ്രൗണ്ട്. എൻ്റെ ആ ഒരു പവർ, എൻ്റെ ആ ഒരു ശക്തി ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എന്നിൽ നിന്നും ആ ഒരു എയറിൽ കൂടെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് വീശി പോകുന്നുണ്ട്. മൈ സോൾ സ്പൈറലിംഗ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ് ഓൾ അറൗണ്ട്. എൻ്റെ ആ ഒരു ആത്മാവ് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നത്, കറങ്ങി അടിച്ചിട്ട് ഈ ഒരു ഫ്രോസൺ ഫ്രാക്ടൽസ് ഓൾ അറൗണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്രോസൺ ആയി കിടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു തണുത്തുറച്ച് കിടക്കുന്ന, അപ്പോൾ മൊത്തം മഞ്ഞാണ്, അത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ മഞ്ഞായിട്ട് ഇങ്ങനെ തണുത്തുറച്ച് കിടക്കുന്ന ഓരോ മുക്കിലും മൂലയിലും എൻ്റെ ഹാപ്പി ആയിട്ടുള്ള സോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ്. ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്താ പറയുക, ഐസ് പോലെ കട്ട പിടിച്ചിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണ്, ഐ ആം നെവർ ഗോയിങ് ബാക്ക്. ഇനി ഞാൻ തിരിച്ചു പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ദ പാസ്റ്റ് ഇസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റ് ഭൂതകാലത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, അത് കഴിഞ്ഞു പോയതാണ്. അതിലേക്കൊന്നും ഞാനിനി തിരിച്ചു പോകാനായിട്ട് പോകുന്നില്ല. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ആൻഡ് ഐ വിൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ. ഞാനിനി എന്ത് ചെയ്യാൻ പോകും, ഞാൻ ഉയർന്നു വരാൻ പോവുകയാണ്. എന്തുപോലെ ഒരു പ്രഭാതം എങ്ങനെയാണോ പൊട്ടിവിടർന്ന് വരുന്നത്, അതുപോലെ മനോഹരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതേപോലെ പവർഫുൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനി റൈസ് ചെയ്ത് ഉയർന്നു വരാനായിട്ട് പോവാണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു പെർഫെക്റ്റ് ഗേൾ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടന്നിരുന്ന, ആ ഒരു പെർഫെക്റ്റ് ഗേൾ ആയിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി എന്ത്, അവൾ പോയി, അവളെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ. ഇവിടെ ഞാനിനി എങ്ങനെ നിൽക്കാൻ പോകുന്ന, ഈ ഒരു പ്രഭാതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പ്രകാശത്തിലാണ് ഞാൻ നിൽക്കാനായിട്ട് പോകുന്നത്. ഇനി ഇരുട്ടത്ത് നിൽക്കാണെന്ന് എന്നെ കിട്ടില്ല. ആൻഡ് ദ സ്റ്റോം റേജ് ഓൺ. അത് സ്റ്റോം അടിച്ചുകൊണ്ടിരുന്നോട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. എന്നിരുന്നാലും ആ സ്റ്റോം എങ്ങനെയൊക്കെ അടിച്ചാലും അതിൻ്റെ തണുപ്പിനി എന്നെ ബാധിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ആരൊക്കെ എന്തൊക്കെ ഇനി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കിനി വിഷയമല്ല. ഞാൻ എൻ്റെ വിഷസ് അനുസരിച്ചിട്ട്, എൻ്റെ ഡിസയേഴ്സ് അനുസരിച്ചിട്ടാണ് ഇനി ജീവിക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഇതിനകത്ത് പറയണം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. താങ്ക് യു.